ഹലോ പീപ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് എങ്ങനെ നല്ല സൂപ്പറായിട്ടൊരു കാർട്ടൂൺ ഉണ്ടാക്കാവുന്നതാണ്. അതിന് പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള 5 ആപ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു 5 ആപ്പുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഏറ്റവും നല്ലത് നോക്കിയല്ല ഞാൻ ഫസ്റ്റ് പറയുന്നത്. സോറി ഗൈസ്, അവിടെ ട്രാക്ടർ പോയതാണ്. ഇവിടെ കട്ടമാനം വണ്ടി പോകുന്ന സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ആദ്യം ഞാൻ അന്നേരം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചകവക വണ്ടിയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഏതാ നല്ലതെന്ന് നോക്കിയല്ല ഫസ്റ്റിലത്തെ തൊട്ട് ഞാൻ സോറി ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വല്ല പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആപ്പിൻ്റെ പേര് ട്വിൻകാസ്റ്റ് എന്നാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. വളരെ നല്ലൊരു ആപ്പാണ് ട്വിൻകാസ്റ്റ്. ഞാനൊരു ഫിലിം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് പറ്റിയില്ല. കാരണം ഫോണിന് ചെറിയൊരു പ്രശ്നമുണ്ടായി. അതോടെ പിന്നെ അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു എനിക്ക്. ഓക്കെ, ഒന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ട്വിൻകാസ്റ്റ് ആണ്. അത് നമുക്ക് ക്യാരക്ടറിന് അനക്കാനും വാക്ക് ചെയ്യിക്കാനും സൗണ്ട് നമുക്ക് ടോക്ക് ചെയ്യിപ്പിക്കാനും സൗണ്ടും ഒക്കെ കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് പ്ലോട്ടഗൺ സ്റ്റോറി എന്ന്. അതൊരു ടോപ്പ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്ലോട്ടഗനെ കുറിച്ചാണ്. പ്ലോട്ടഗൺ സ്റ്റോറി നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ല പെർഫെക്റ്റ് 3D ആയിട്ടാണ്. കോസ്റ്റ്യൂമൊക്കെ വാങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. പ്ലേ സ്റ്റോറിയൊക്കെ കിട്ടുന്നതാണ് ഇതിനകത്ത് പറയുന്നതൊക്കെ. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ മൂന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് MJOC2. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അപ്പോൾ ആ ആപ്പ് എന്ന് പറയുന്നത് വേറൊരു വേറൊരു ആപ്പുണ്ട്, മേക്ക് ജോക്ക് ഓഫ് ക്രിയേറ്റർ. അങ്ങനെ എങ്ങാണ്ട് ഒരു ആപ്പുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് MJOC2 എന്നും പറഞ്ഞ്. എന്താണ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിന് ഇത് കാർട്ടൂൺ ചെയ്യാനായിട്ട് ക്രെഡിറ്റോ അങ്ങനെ എന്താണ്ട് ഒരു സാധനം വേണമെന്ന് പറയുന്നുണ്ട്. എത്രയോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, ഈ മണി പോലെ തന്നെ. ലിസ്റ്റിലെ 4ാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഫ്ലിപ്പാക്ലിപ്പ് എന്നും പറഞ്ഞൊരു ആപ്പാണ്. ഫ്ലിപ്പാക്ലിപ്പ് ഒരു നല്ല ആപ്പാണ്, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആപ്പാണ്. ഒരു ടോപ്പായിട്ടുള്ള ഒരു ആപ്പുകളിലൊന്നാണ് ഫ്ലിപ്പാക്ലിപ്പ്. അതുപോലെ തന്നെ വേറൊരു നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ആപ്പാണ് സ്റ്റിക്മാൻ എന്നും പറഞ്ഞൊരു ആപ്പാണ് 5ാമത്തെ ലിസ്റ്റിലുള്ളത്. ആ ആപ്പും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്നാലും ഒരു സ്റ്റിക്ക് പോലത്തെ നമുക്ക് വരയ്ക്കുമ്പോഴൊക്കെ സ്റ്റിക്ക് പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മളിങ്ങനെ തലയും പിന്നെ വര പോലെ കാലും ഉടലും കൈയും ഒക്കെ വരയ്ക്കുന്ന പോലെ, അതുപോലെ ഒരു ഇതാണ് സംഭവം. അപ്പോൾ അതുപോലെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കുന്നതാണ് ഈ സ്റ്റിക്മാൻ്റെ പ്രത്യേകത. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ലിസ്റ്റ് ഒന്ന് നിങ്ങളെ ജസ്റ്റ് കാണിക്കാം.
ലിഫ്റ്റ് ഒന്ന് ജസ്റ്റ് നല്ല വാസം. ഇതാ നോക്കൂ. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. ഇത് ഞാൻ സെൽഫിയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ട്വിൻ ക്രാഫ്റ്റ് എന്നാണ്, ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇത് വേറെ ലെയർ കൊടുക്കാം. നിങ്ങൾക്ക് ലെഫ്റ്റ് ഇത് കാണാൻ പറ്റുന്നതാണ്. ഇതാ കണ്ടോ, ഒന്നാമത്തെ ട്വിൻ ക്രാഫ്റ്റ്, രണ്ടാമത്തെ പ്ലോട്ടഗൺ സ്റ്റോറി, മൂന്നാമത്തെ എംജോക്ക് അല്ല MJOC2, നാലാമത്തെ ഫ്ലിപ്പ്, അഞ്ചാമത്തെ സ്റ്റിക്ക് മാൻ. ഓക്കെ ഗൈസ്, കണ്ടല്ലോ, ഇതാണ് ഞാൻ റെഡിയാക്കിയ ലിസ്റ്റ്. നിങ്ങൾ അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ആപ്പ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് മൂലമാണ് എനിക്ക് ഇത്തരം വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.